നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനും ഒമാനും തമ്മിൽ കരാറിലെത്തിയതായി റിപ്പോർട്ട്. ജലപാത വീണ്ടും തുറക്കണമെങ്കിൽ ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ US തയ്യാറാകണമെന്നും ഇറാൻ വ്യക്തമാക്കി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടില്ല. ഹോർമൂസ് ഒരു US പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസം. സുരക്ഷിത കപ്പൽ ഗതാഗതത്തിനായുള്ള ക്രമീകരണം ഉണ്ടാകുമെന്ന് വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബക്കായിയെ ഉദ്ധരിച്ച് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. എങ്കിലും ഇരു തീരദേശ രാജ്യങ്ങളും ദേശീയ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സുരക്ഷിതമായ വാണിജ്യ ഗതാഗതം അനുവദിക്കുന്നതിനായി കൃത്യമായ പ്രവേശന നിർഗമന ഇടനാഴികൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇറാൻ തുറമുഖത്തേക്ക് വരുന്ന വാണിജ്യ ഗതാഗതത്തിന്റെ മേൽനോട്ടം ഇറാൻ വഹിക്കും. അതേസമയം പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ ഒമാൻ കൈകാര്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ചർച്ചകൾ തുടരുകയാണ്. പ്രവർത്തന പ്രോട്ടോകോളുകൾ, ആശയവിനിമയ മാർഗങ്ങൾ, പരിസ്ഥിതി സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ അന്തിമ രൂപത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ജലപാത ഉടൻ തന്നെ തുറക്കില്ലെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഊന്നി പറയുന്നു. പൂർണ്ണമായ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാന് മേലുള്ള US നാവിക ഉപരോധങ്ങൾ പിൻവലിക്കുക, സൈനിക ഭീഷണികൾ അവസാനിപ്പിക്കുക, സാമ്പത്തിക ഉപരോധങ്ങൾ എടുത്തു കളയുക തുടങ്ങിയ കാര്യങ്ങളിൽ US ധാരണ പാലിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ വളരെ മോശമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഹോർമൂസ് കടലിടുക്ക് US പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ഇറാൻ ശക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും കപ്പലുകൾ തമ്മിലുള്ള കൂട്ടിയിടിക്കുന്നതും ഒഴിവാക്കാൻ പ്രത്യേക വഴികളാണ് ഇരു രാജ്യങ്ങളും നിർണയിച്ചിരിക്കുന്നത്. സാങ്കേതിക വിവരങ്ങളിലും പ്രോട്ടോകോളുകളിലും ചർച്ചകൾ തുടരുകയാണെന്നും ഉടൻ തന്നെ സംയുക്ത ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗതാഗത പാതകൾ നിർണയിച്ചുവെങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെ ഉടൻ തന്നെ പൂർണ്ണമായ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. US ഉപരോധവും നാവിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അവസാനിപ്പിക്കാതെ സാധാരണ രീതിയിലുള്ള ഗതാഗതം പൂർണ്ണമായും അനുവദിക്കില്ല എന്നാണ് ടെഹ്റാന്റെ നിലപാട്. ലോകത്തിലെ ആകെ പെട്രോളിയം വിതരണത്തിന്റെ 20% വൻതോതിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. അതിനാൽ തന്നെ ഇവിടെയുണ്ടായ സംഘർഷ അന്തരീക്ഷം ആഗോള ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരാനും ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കാനും കാരണമായിരുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും ഒമാനുമായുള്ള ചർച്ചകളും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഷഹറാറ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അരാക്ചി നിലപാട് വ്യക്തമാക്കിയത്. ഒമാനുമായുള്ള തങ്ങളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. കപ്പലുകളുടെ സഞ്ചാരത്തിനായി ഹോർമൂസ് കടലിടുക്കിലെ സമുദ്രപാതകൾ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക വിഷയമാണിതെന്നും അരാക്ചി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനും ഒമാനും തമ്മിൽ കരാറിലെത്തിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിൽ സംയുക്ത ഔദ്യോഗിക പ്രസ്താവന വന്നിട്ടില്ല. അതേസമയം എണ്ണ വരുമാനത്തിൽ വൻ നഷ്ടം നേരിടുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ സ്വാധീനം നിലനിർത്തിയതും അയൽ രാജ്യങ്ങൾക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തിയതും US-നെതിരെ അസമമായ യുദ്ധമുറകളിലൂടെ പിടിച്ചു നിൽക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. സൈനിക ആധിപത്യം നിലനിർത്താൻ US കപ്പലുകൾ മാറി മാറി വിന്യസിക്കാൻ പദ്ധതിയിടുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിനും കടുത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.